என்னடா இது കോളേജ് മുടിച്ചதுக்கு അപ്പുറം പോലാമല്ല എടാ വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങോട്ട് പോയിട്ട് തിങ്കളാഴ്ച രാവിലെ നിനക്ക് ഇങ്ങ് പോരാമല്ലോ. ഓഹോ, ഇപ്പൊ നൈസില് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? അതല്ല മോനെ, ഉമേഷിനെ കൊണ്ട് മാത്രം അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റത്തില്ലടാ. മക്കൾക്കാവുമ്പോ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാണ്, ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ശരി അമ്മൂമ്മ, അതിപ്പോ ഞാൻ സമയം പോലെ എന്തിനാ ചെയ്തോളാം. അങ്ങനെ എന്റെ പ്ലേറ്റ് മുടിച്ചോണ്ട് കുറേ നിപ്പുണ്ട്. അമ്മൂമ്മ, പുട്ട് കറി എന്തിന്? കടലക്കറി. കടലക്കറിയാ? പുട്ടും കടലക്കറിയോ? ആ പുട്ടും കടലക്കറി നീ കേട്ടിട്ടില്ലേ? എന്തോന്നത്? അത് കുട്ട. കൊട്ടക്കകത്തെന്തോന്ന്? അത് മുട്ട. ഓഹോ, എന്തരമ്മൂമ്മ അത്? പോയി അടയിരുത്തി വിരിയിക്കാൻ വെച്ചേക്കണ? അങ്ങനെ തോന്നിയോ നിനക്ക്? പിന്നല്ലാതെ പിന്നെ. ഞാൻ ഇന്നലെ എന്തും പറഞ്ഞോണ്ടാണ് 10-12 മുട്ട മേടിച്ചോണ്ട് വന്നത്. എന്തും പറഞ്ഞോണ്ടാ? എനിക്ക് രാവിലെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി തരണം എന്നല്ലേ? മെനു ഞങ്ങൾ അങ്ങ് മാറ്റി. എന്തായാലും മാറ്റിയെന്ന്? മെനു ആരോട് ചോദിച്ചിട്ട് മെനു മാറ്റിയത്? ആരോട് ചോദിക്കണം? അതങ്ങനെ മെനു മാറ്റണം എന്തിന്? എടാ, സിദ്ധുവിന് പുട്ടും കടലക്കറിയും മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണ കാര്യത്തിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കമ്മിറ്റിയുടെ അധികാരം അവിടെ നിക്കട്ട്, അളിയൻ എന്തിനു വേണമെന്ന് പറഞ്ഞെന്ന്? പുട്ടും കടലക്കറിയും. അളിയന്റെ ആഗ്രഹത്തിന് മാത്രം അപ്പൊ ഇവിടെ വിലയുള്ളൂ, എന്റെ ആഗ്രഹത്തിനൊന്നും വിലയില്ലേ? കൊള്ളാമല്ലോ അത്. ആഹാ, അളിയന് മാത്രം പുട്ടും കടലയും വേണമെന്ന് പറയുമ്പോ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എനിക്ക് പിന്നെ അപ്പവും മുട്ടയും വേണ്ടേ? അമ്മൂമ്മക്ക് ഒരു കാര്യം അറിയൂ? എന്തുവാ? ചീറ്റിങ്. ആരെ ചീറ്റ് ചെയ്തു? അത്ര ചീറ്റിങ്. അമ്മൂമ്മ എന്നെയാണ് ചീറ്റ് ചെയ്തത്. എടാ, നിനക്കെന്താ ഇത് കഴിച്ചാലേ? എനിക്ക് കഴിച്ചാൽ പ്രശ്നമുണ്ട്. അപ്പവും മുട്ടക്കറി എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റിന് അപ്പവും മുട്ടക്കറി കഴിക്കാൻ വന്നപ്പോ പുട്ടും കടല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നറിയോ? നമ്മുടെ ആഗ്രഹത്തിനൊന്നും ഇവിടെ വിലയില്ല. നീ ഒന്ന് ശ്വാസം വിട്. വേണ്ട. എടാ, ഇത് ചീറ്റിംഗ് ഒന്നും അല്ല. അളിയനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അതങ്ങ് ചെയ്തു കൊടുത്ത്. നിന്റെ ആഗ്രഹം നാളെ രാവിലെ സെറ്റ് ചെയ്ത് തരാം. ഓ അങ്ങനെ. ഇന്നലെ അളിയന്റെ ആഗ്രഹം പോലെ എന്തായിരുന്നു അളിയൻ ഉണ്ടാക്കി കൊടുത്തത്? പൂരി മസാല. മെനഞ്ഞാൻ അളിയന്റെ ആഗ്രഹം പോലെ അളിയൻ ഉണ്ടാക്കി കൊടുത്തത് ഇഡലി സാമ്പാറും. അതിന്റെ തലേന്ന് പൊറോട്ട ബീഫ്. അപ്പൊ പിന്നെ എന്റെ ആഗ്രഹത്തിന് ഇവിടെ ഒരു വിലയില്ലേ? തൽക്കാലം ഇപ്പൊ വിലയില്ല. അളിയന്റെ ആഗ്രഹത്തിന്റെ വിലയൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ ആഗ്രഹത്തിന് ഇവിടെ വിലയുള്ളൂ, അല്ല അമ്മൂമ്മ? ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. എന്തര്? അതെ, സിദ്ധുമോനല്ലേ ഇപ്പൊ ഇവിടുത്തെ തലമൂത്താള്. മൂത്താള്. ഈ തലയേക്കാള് മൂത്താണോ ആ തല? டேய், தலை வந்து என்னோட உசுரு. அந்த தலைய பத்தி ஒரு வார்த்தை கூட சொல்லக்கூடாது. ആ തലയല്ല ഈ തല. ഞാൻ ഉദ്ദേശിച്ചത് തല മണ്ട. ഇത് ഉമ്മ, അളിയനെ ഷൂന്ന് പറഞ്ഞങ്ങ് പോവും. അവസാനം ഈ കേശുവേ ഉണ്ടാവുള്ളൂ ഇവിടെ. കേശു പടവലത്തും പോവും. ചിരിക്കണ്? ചിരി 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 ചിരി. പുട്ടും കടലല്ലേ? എനിക്ക് വേണ്ട പുട്ടും കടലേ. കഴിച്ചിട്ട് പോടാ. രണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോന്ന് വിചാരിച്ചാ. പുട്ടും കടലേ, പുട്ടും കടലേ. പപ്പടം ഉണ്ടാ? പപ്പടം സിദ്ധുവിന് ഇഷ്ടമല്ല. പപ്പടം പുട്ടിന്റെ കൂടെ സിദ്ധുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഉണ്ടാക്കില്ല. എനിക്ക് എന്നാ പപ്പടം ഇഷ്ടമല്ല, വേണ്ട. കഴിക്കണ്ട. ഒഴിക്കട്ടെ? ഓ, ചെറുക്ക, മൊത്തം വെട്ടി വിഴുങ്ങരുതിട്ടാ. സിദ്ധുവിനെ കൊണ്ട് ഒത്തേക്ക് ബാക്കി വെക്കണം. വേണമെങ്കിൽ രാവിലെ എണീറ്റ് വരാൻ പറയണം. അല്ലാതെ കുട്ടി വെയിലെടുക്കുന്നതിനോട് കിടന്നുണ്ടാക്കി ഫുഡ് കാണൂലെന്ന് പറയണം. അല്ല പിന്നെ അമ്മൂമ്മ, ഒരു മുട്ട എടുത്തു തരാം. ഓംപ്ലേറ്റ് അടിച്ചു തരാൻ പറ്റുമോ? അടിച്ചു തരാം. അയ്യോ, മുട്ടയൊന്നും ഉണ്ടാക്കല്ലേ. മുട്ടയുടെ മണം അടിച്ചാടല്ലോ സിദ്ധുവിന് ആ പുട്ട് കഴിക്കാനുള്ള മൂടങ്ങ് പോകും. മുട്ട കഴിച്ച